ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് സമാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതിയത്. ഇന്ന് നടന്ന വോട്ടെടുപ്പിൻ്റെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്ന് വളരെ വിശാലമായൊരു വോട്ടെടുപ്പ് തന്നെയാണ് നടന്നത്. എങ്ങനെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ്, എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു വോട്ടേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഐസൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയം 6 മണിയോടുകൂടി തന്നെ അവസാനിച്ചു. പല പോളിംഗ് സ്റ്റേഷനുകളിലും പല സംസ്ഥാനങ്ങളിലും 6 മണിക്ക് ശേഷവും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് 6 മണിക്ക് മുൻപായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് വിനിയോഗിക്കാനുള്ള അവസരം നൽകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം ഇന്ന് പൂർത്തിയാകുമ്പോൾ 1, 2, 3 ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോഴും ഇന്ന് മൂന്നാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ മാൾഡ മേഖലയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ പൂർണ്ണമായും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അസാമിലും പശ്ചിമ ബംഗാളിലുമെല്ലാം തന്നെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിലാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അസാമിൽ 4 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. ഇതോടുകൂടി അസാമിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ 7 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു. അതോടുകൂടി ഛത്തീസ്ഗഡിലെയും എല്ലാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഗുജറാത്ത് തന്നെയായിരുന്നു. ഗുജറാത്തിലെ 26-ൽ 26 സീറ്റും ഈ മൂന്നാം ഘട്ടത്തിലാണ് ഇന്നാണ് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2014-ലും 2019-ലും ഗുജറാത്തിലെ 26-ൽ 26 സീറ്റുകളും BJPക്കൊപ്പം നിന്ന സംസ്ഥാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകം. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി ഇന്ന് രാവിലെ തന്നെ ഗാന്ധിനഗറിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗാന്ധിനഗറിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മധ്യപ്രദേശിൽ ഗുണ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹമാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഒപ്പം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കർണാടകയിൽ തുടങ്ങിയിട്ടുള്ള പ്രമുഖരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 93 സംസ്ഥാനങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തി. അതിൽ എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങളാണ് ഇന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം കർണാടകയിലെ 14 മണ്ഡലങ്ങളും ഇന്ന് ജനവിധി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി കർണാടകയിലെ 28 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 2-3 ഘട്ടങ്ങളിലായിട്ടാണ് കർണാടകയിലെ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുള്ളത്. തീർത്തും പ്രചാരണ ചൂട് മുൻപോട്ട് പോവുകയാണ്. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയായി. എടുത്തു പറയേണ്ടത് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അസാമിൽ ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലകളിൽ യാതൊരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളില്ലാതെ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒപ്പം ഭരണകൂടത്തിന്റെയും വിജയമാണ് എന്നുള്ളത് അസാം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. മുൻപ് ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒപ്പം ബംഗാളിലും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടക്കുന്ന സ്ഫോടനങ്ങളും ബൂത്ത് കയ്യേറിയുള്ള അക്രമങ്ങളും തുടർക്കഥയായി, അല്ലെങ്കിൽ ആ ഒരു വോട്ടെടുപ്പ് ദിനത്തിലെ അക്രമ സംഭവങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ. എന്നാൽ സമാധാനപരമായി അക്രമ സംഭവങ്ങളില്ലാതെ വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു. ഇന്ന് 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 93 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും ഇന്നാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഐസൻ, സമാധാനപരമായൊരു വോട്ടെടുപ്പ്, അത് സമാധാനപരമായി വോട്ടെടുപ്പ് സമാപിച്ചു എന്ന് പറയാൻ സാധിക്കുന്നു എന്ന് തന്നെ ജിഷ്ണു അല്പം സമയം മുമ്പ് വ്യക്തമാക്കി. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം? 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടായത് എന്നാണ് ഈ സമാധാനപരമായ വോട്ടെടുപ്പ് നടപ്പാക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് അനുമാനിക്കാനാവുന്നത്? ഐസൻ, വടക്കുകിഴക്കൻ മേഖലയിലും ഒപ്പം പശ്ചിമ ബംഗാളിലും ബീഹാറിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ ജമ്മുകാശ്മീരിൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന വോട്ടെടുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത്തരം സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് എന്നുള്ളത് മാത്രമല്ല, വിഘടനവാദ ശക്തികൾ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ, ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ അന്ന് ആ ദിവസം വീടിന് പുറത്തേക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം, ബൂത്ത് കയ്യേറിക്കൊണ്ട് കള്ളവോട്ട് ചെയ്യൽ, ഇത്തരത്തിലുള്ള നടപടികൾ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന നടപടികൾ വലിയ രീതിയിൽ മുൻപോട്ട്
മുൻപ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിന് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദത്തിന് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് മുൻപോട്ട് പോകുമ്പോൾ അതിൽ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താനുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ജമ്മു കാശ്മീരിൽ നമുക്കറിയാം ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് അവിടെയുള്ള ഭീകരവാദത്തിൻ്റെ വേരുകളെ പൂർണ്ണമായും അറുത്തെറിയാനുള്ള ശ്രമം മുൻപോട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ജനക്ഷേമ വികസന പദ്ധതികൾ ഇവിടങ്ങളിൽ നടപ്പാക്കുന്നു എന്നുള്ളത് കൂടിയാണ് ജനങ്ങളുടെ ജീവിതം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് സമാധാനപരമായി മുൻപോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ വോട്ടെടുപ്പും രാജ്യത്ത് സമാധാനപരമായി നടപ്പാക്കാനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഇത്രയധികം ക്രമീകരണങ്ങളോടുകൂടി നടപ്പാക്കാൻ സാധിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒപ്പം ഭാരതത്തിലെ മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണം എന്ന ആഹ്വാനവും ഇന്ന് പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഐസൺ. നന്ദി ജിഷ്ണു.